ഷീബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കൈപ്പുഴയിലുള്ള സന്തോഷ് ചേട്ടൻ്റെ വീട്ടിലാണ്. നമ്മൾ ഉപയോഗശൂന്യമായി കളയുന്നതും കത്തിക്കാൻ ഉപയോഗിക്കുന്നതുമായ ചിരട്ടകൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ, പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇദ്ദേഹം ഈ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സന്തോഷ് ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ്. ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂർ പഞ്ചായത്ത് കൈപ്പുഴ മേക്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ചിരട്ടയിൽ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഈ വർക്ക് പഠിച്ചിട്ടല്ല ചെയ്തത്, എന്നെക്കൊണ്ട് കഴിയാവുന്ന ഒരു രീതിയിൽ ചെയ്താണ് ഞാൻ ഇന്ന് ഈ ഇത്രയും പൊക്കമുള്ള 6 അടി പൊക്കമുള്ള നിലവിളക്ക് വരെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഈ നിലവിളക്ക് 3 മാസം എടുത്ത് നിർമ്മിച്ച ഒരു വിളക്കാണ്. ഇത് അഴിച്ചെടുക്കാവുന്നതാണ്, ഊരിയെടുക്കാവുന്ന സൈസാണ്. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനോ എന്തേലും 3 മാസം എടുത്ത് ഫുള്ളായിട്ട് ചിരട്ടയാണ്. ചെറിയ പീസാക്കി ഒട്ടിച്ചൊട്ടിച്ച് എടുത്താണ് ഈ നിലവിളക്ക്. ഒരു മേലായി വന്നപ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ കെട്ടിടം പണിത് ജീവിച്ച ഒരു ആളാണ്. അപ്പം നടുവിന് പ്രശ്നം വന്നു, നട്ടലിന് അകൽച്ചയായി കഴിഞ്ഞപ്പോഴാണ് കടപ്പായിരുന്നു. അങ്ങനെ ഏറ്റവും ഒരു തുടങ്ങിയ ചുമ്മാ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒന്ന് തുടങ്ങി നോക്കിയതാണ്. ഒരു കപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ ഈ വർക്കിലേക്ക് കിടക്കുന്നത്. ഇതും ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരു പരുന്താണ്. ഈ പരുന്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാണ് ഈ അമ്പലത്തിലെ തിരുമേനിയാണ് പറയുന്നത് ഇനി അടുത്ത ഒരു ഗുരുദേവനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു മാസം മിച്ചം എടുത്ത് ചെയ്ത ഒരു വർക്കാണ്. അതും ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ്. അതുപോലെയാണ് ഇതും ഒരു 1.5 മാസം മിച്ചം എടുത്ത് ചെയ്ത ഒരു വർക്കാണ്. ഇതും ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ്. നമ്മൾ തന്നെ ഇതിനകത്ത് തടിയോ വേറൊരു സാധനം ഉപയോഗിക്കുന്നില്ല, എല്ലാം ചിരട്ട തന്നെയാണ്. പിന്നെ ഒരു ചെറിയൊരു ഗണപതിയുണ്ട്. ഇതും 1 മാസം മിച്ചം എടുത്ത് ചെയ്തതാണ്. ഇപ്പോൾ എല്ലാവരും ഓർഡർ തരുന്നുണ്ട്, പക്ഷേ നമുക്ക് സമയത്തിൻ്റെ ഇതുണ്ട്. നമ്മൾ മിഷ്യൻ കൊണ്ടല്ല, എല്ലാം കൈകൊണ്ടുള്ള ഇതാണ്. അവ ചെറിയ പീസാക്കി ഒട്ടിച്ചാണ്. ഇതൊക്കെയാണേലും ഈ ചെറിയ പീസ് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് എടുത്തതാണ്. അപ്പം അങ്ങനെ ഒരു താമസമുണ്ട്. ഇതൊരു വാൽക്കണ്ണാടിയാണ്. ഇതും ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ്. ഇതൊരു ചെറിയൊരു രൂപക്കൂട്. ഇതിന് ഒത്തിരി പൊക്കത്തിലൊക്കെ വെക്കുന്നെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരു റിമോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കളറ് ചേഞ്ച് ചെയ്യുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് മാസങ്ങളെടുത്ത് പണിതാണ്. ഇത് ചിരട്ടപ്പുട്ടാണ്. ഇതിങ്ങനെ ഊരിയെടുക്കാം. ഇതിനകത്ത് ഇത് കുക്കറെ വെക്കാം, കുറ്റിയെടുപ്പിൽ അതേലും വെക്കാം. അതിൻ്റെ കുറ്റിയെടുപ്പിൻ്റെ ഇതാണ്, ഈ റൗണ്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കാം. ഇതിനകത്ത് ആദ്യം തേങ്ങ വാരിയിടുക, എന്നിട്ട് വേണം പൊടി ഇടാനുണ്ട്. കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് ഇതങ്ങ് ഇറക്കി വെച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചിരട്ടയിൽ ഉണ്ടാക്കിയത് കാരണം ചൂടോടെ കഴിക്കാനായിട്ട്, ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ചിരട്ടയുടെ ഒരു ഇതൂടെ വരുന്ന കാരണം എനിക്ക് ഒരുപാട് ഓർഡറുള്ളതാണ് ഈ ചിരട്ടപ്പുട്ട്.
സന്തോഷേട്ടൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സന്തോഷേട്ടൻ ഇതെല്ലാം ശരിക്കും ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ധാരാളം ആളുകൾ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. ഒരു അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിരട്ടപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും തുറന്നു കേട്ടോ. ഇത് ശരിക്കും നമുക്കൊക്കെ അടുക്കളയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ചിരട്ടപ്പുട്ട്. ഒറിജിനൽ ചിരട്ടപ്പുട്ട് നമ്മളൊക്കെ വീടുകളിൽ സ്റ്റീലല്ല ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓർഡർ അനുസരിച്ച് സെയിലുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക, ഇദ്ദേഹത്തിന് ഓർഡർ കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ഒരുപാട് സന്തോഷം. ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ നമ്മുടെ വീഡിയോയിലൂടെ എനിക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടന് എല്ലാവിധ ആശംസകളും. അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ